ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണ്. എന്താണ് വിശേഷം? ഞാൻ ചെറിയ വിശേഷമായിട്ടാണ് കേട്ടോ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. അപ്പം എല്ലാവരും വൈകിട്ട് ചായയൊക്കെ കഴിച്ചോ? പിന്നെ എല്ലാവരും ഉറങ്ങി എണീറ്റതായിരിക്കുമല്ലേ. പിന്നെ ചെറിയ വിശേഷമാണ്. നമ്മൾ ഡ്യൂട്ടിയിലാണ് കേട്ടോ. ഡ്യൂട്ടിയിൽ നിന്ന് ഡെയിലി ഞങ്ങളായിട്ട് ഇവിടെ കുറച്ച് സമയം മുമ്പിലേക്ക് വന്ന് വരാമെന്ന് കരുതി വന്നതാണ് കേട്ടോ. ഇന്ന് കുറച്ച് തിരക്ക് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഡിഗ്രി സാധാരണ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ഡിഗ്രി ചെയ്യാൻ പറ്റുന്നൊരു കോഴ്സുണ്ട്. ശ്രീനാരായണ ഗ്രൂപ്പ് ഓഫ് യൂണിവേഴ്സിറ്റി. അപ്പോൾ ഇവിടെ താഴെ ദർസിലും പഠിക്കുന്ന കുട്ടികളുമുണ്ട്. അപ്പോൾ അവർ ദർസിലും പഠിക്കുന്നുണ്ട്. അവർ ഡിസ്റ്റൻസായിട്ട് ഡിഗ്രി ചെയ്യുന്നുണ്ട്. അതപ്പം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ അഡ്മിഷൻ ചെയ്താൽ മതി കേട്ടോ. ഈ മാസം 25 വരെ ഉണ്ട്. 17 ചില കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ഇന്നവർക്ക് കുറച്ച് തിരക്കുണ്ടെന്ന് അവരൊക്കെ സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ നാളെ വരാമെന്ന് പോയിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളും അത് ആരെങ്കിലും ഡിസ്റ്റൻസായിട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഏതെങ്കിലും ഓപ്പൺ സേവന കേന്ദ്രത്തിലോ അതുപോലെ ഓൺലൈൻ സെൻറ്ററിലോ അക്ഷയ കേന്ദ്രത്തിലോ പോയി പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് വേണ്ടത് സ്കൂൾ സർട്ടിഫിക്കറ്റ്, സെൽഫ് സർട്ടിഫിക്കറ്റും അതിൻ്റെ +2 സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഫോട്ടോ, പിന്നെ നിങ്ങൾ ABCD കാർഡ് ചെയ്യണം കേട്ടോ. ABCD കാർഡ് വെച്ചാൽ ഡിജിറ്റൽ ലോക്കറിൽ പോയിട്ട് നിങ്ങൾ തന്നെ ഓപ്പൺ ചെയ്താൽ മതി. പിന്നെ DIB കാർഡുണ്ട്, അതും വേണം കേട്ടോ. അതുണ്ടെങ്കിൽ മുമ്പിലോട്ട്. അപ്പോൾ ABCD കാർഡ് വെച്ചിട്ടാണ് നമ്മൾ DIB കാർഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്റ്റൻസ് ഡിഗ്രി ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നല്ലൊരു ഫസ്റ്റ് പേയ്മെൻറ്റിന് ഏകദേശം നല്ലൊരു 4000 അടുത്ത് വരുന്നുണ്ട്. പിന്നെ അതിൽ തന്നെ അവർക്ക് പുസ്തകമൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് അടുത്തുള്ള സെൻറ്റർ ഏതാണെന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അതിന് എക്സാം ഫീ അതുപോലെ തന്നെ ഓൺലൈനിൻ്റെ അടുക്കാണ്. കുറേ പേരൊക്കെ പഠിക്കുന്നുണ്ട് കേട്ടോ. BC അങ്ങനെ കുറേ പേരൊക്കെ പഠിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, എന്താണ് വിശേഷങ്ങളൊക്കെ? എല്ലാവരും ഓണം നബിദിനമൊക്കെ ആഘോഷിച്ച് കാണും അല്ലേ. അപ്പോൾ ഇങ്ങനെ സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആചാര്യന്മാർക്കുള്ള പറയാൻ പരിപാടിക്കൊക്കെ സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് ദിവസങ്ങളായപ്പോൾ എനിക്കൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വീട് ചെയ്യാമെന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു താല്പര്യമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ അത്ര ആക്റ്റീവായിട്ട് ഞാൻ യൂട്യൂബിലോ ലൈവിലോ ഒന്നും നിൽക്കാതെ മനസ്സ് ക്ലിയർ ആയതിനു ശേഷം യൂട്യൂബിൽ ലൈവും അതുപോലെ തന്നെ ഇപ്പം ഞാൻ ഡേ ഇൻ മൈ ലൈഫായിട്ട് കുറേ ദിവസം ചെയ്യാൻ മനസ്സിലേക്കൊരു ഇല്ല. അതുകൊണ്ടാണ് ഡേ ഇൻ മൈ ലൈഫായിട്ടൊന്നും വരാത്തത്. കുറേ ലൈവും നമ്മൾ അങ്ങനെ ചെയ്താലും നമ്മുടെ ഒരട്ടടിക്ക് നമ്മളെ കിട്ടുമ്പോൾ അങ്ങനെ താത്തുന്നുണ്ടല്ലോ. എനിക്ക് ഒരുപാട് ഭയങ്കര വീക്കായിപ്പോൾ അത് ചെയ്യാതെ. പക്ഷെ എന്നാലും ഞാൻ കഠിനം തന്നെ മുമ്പത്തെ ഒരു ലെവലിലേക്ക് എത്തും. അപ്പോൾ പരമാവധി എല്ലാവരും ലൈവ് ഇട്ടാലേ നമുക്ക് അപ്പോൾ സാധാരണ നമ്മളെ പോലത്തെ ആൾക്കാർക്ക് ലൈവ് ഇട്ടാലേ നമുക്ക് എന്തെങ്കിലും യൂട്യൂബിൽ നിന്ന് കയറാൻ പറ്റും. അല്ലെങ്കിൽ നമുക്കും സാധാരണ അവരുടെ യൂട്യൂബർക്കൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ലൈവ് ഇട്ടാലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ലൈവ് ഇട്ടില്ലെങ്കിൽ ഒരട്ടടിക്കുമ്പോൾ താണു പോകട്ടാ. പിന്നെ സാധാരണ വലിയ യൂട്യൂബർമാർ അവർക്ക് വീഡിയോ മാത്രം ഇട്ടാൽ മതി. പിന്നെ ഈ വീഡിയോ തന്നെ കയറുന്നവർക്ക് പ്രശ്നമില്ല. ഒരു വീഡിയോ ഇട്ടാൽ നല്ലൊരു വ്യൂവേഴ്സ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. ലൈവിൻ്റെ ആവശ്യമൊന്നുമില്ല. അങ്ങനെ വ്യൂവേഴ്സ് ഇല്ലാത്തവർക്ക് നമുക്ക് എന്തായാലും നമ്മൾ വാച്ചവർ കുറയാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും നമ്മൾ ലൈവ് ചെയ്യണം കേട്ടോ. എല്ലാവരും വാച്ചവറും നമുക്ക് തീരെ കിട്ടുന്നില്ല. വാച്ചവർക്ക് ഇടിഞ്ഞ് താഴെ പോകുന്നുണ്ട്. എനിക്കങ്ങനെ സംഭവിക്കുന്നു കേട്ടോ. പിന്നെ എല്ലാവരും ചായയൊക്കെ കഴിച്ചു, മക്കളൊക്കെ സ്കൂളിൽ നിന്ന് വന്നു. അങ്ങനെയൊക്കെ ഒന്നാണ് വിശേഷം. ഞാൻ വീട്ടിൽ പോവാറ് 5 മണിയായിട്ട് അവിടെ വീട്ടിൽ പോകാൻ കുറച്ച് സമയം. ഞാൻ രാവിലെ വരാൻ ലേറ്റാകുമ്പോൾ കുറച്ച് വൈകിട്ടേ പോകും. രാവിലെ എനിക്ക് അത്ര പെട്ടെന്ന് വരാം. മദ്രസയിൽ പോകണം, അതുപോലെ തന്നെ സ്കൂളിൽ അതിൻ്റെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾക്കൊന്നും ലേറ്റാവുന്നു. അതുകൊണ്ട് വൈകിട്ട് കുറച്ച് ലേറ്റായാലും പ്രശ്നമില്ല വിചാരിച്ചിട്ട് നമുക്ക് ഇങ്ങനെ മഴയൊക്കെ ഉണ്ടാവും ഇവിടെ. ഇവർക്ക് മഴ കിട്ടിയില്ലല്ലോ. മഴ നന്നായിട്ട് കിട്ടിയേട്ടോ. നബിദിന തലേ ദിവസം വരെ നല്ല മഴയായിരുന്നു. നബിദിനത്തിന് അന്നും അത്ര മഴ ഉണ്ടായിരുന്നു. നബിദിനം നമ്മളെ മോളെ മദ്രസ പരിപാടിയിൽ നിന്ന് രാവിലെ നല്ല മഴയായിരുന്നു. പക്ഷെ അന്ന് വൈകിട്ടായിരുന്നു മദ്രസ പരിപാടി വെച്ച്. അന്ന് വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് വൈകിട്ട് വെച്ചിട്ട്
പിന്നെ മഴയൊക്കെ കുറഞ്ഞു കേട്ടോ. പിന്നെ ഏകദേശം ഇപ്പോൾ സെപ്റ്റംബർ പകുതിയായില്ലേ. പിന്നെ എല്ലാവരും സൂര്യഗ്രഹണ മൂണൊക്കെ കണ്ടു. ചന്ദ്രഗ്രഹണം എല്ലാവരും കണ്ടു. ഞാൻ രാത്രി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് കറുപ്പായി. പിന്നെ ഞാൻ നോക്കാൻ പോയില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും റെഡ് മൂൺ കണ്ടായിരിക്കല്ലോ. രാത്രി നമ്മുടെ കഴിഞ്ഞ് പുറത്തിറങ്ങി നോക്കുമ്പോൾ വല്ലാത്തൊരു പേടിയില്ല. റെഡ് മൂൺ കാണണമെന്നുണ്ടായി. പക്ഷെ പകുതി ഭാഗം ചന്ദ്രൻ നടന്നത് പകുതി ഭാഗം ഇരുട്ട് പോലെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെയാണ് റെഡായിട്ട് വന്നിട്ടില്ല. പക്ഷെ അതൊന്നും കണ്ടില്ല കേട്ടോ. ഞാൻ എൻ്റെ വീഡിയോ ഒരുപാടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് പോയിരുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്തു. അതുപോലെ നിങ്ങളുടെ കഴിയുന്ന എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ താഴെ എന്താ അഭിപ്രായമാണ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ കഴിയുന്ന എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് അതുപോലെ തന്നെ സബും അതുപോലെ തന്നെ ലൈക്കും ഒക്കെ തരാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ നമുക്ക് മുമ്പിലോട്ട് പോകാൻ പറ്റും. അപ്പോൾ നല്ലൊരു സഹകരണം നമുക്കുണ്ടെങ്കിൽ മുന്നിൽ പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിലത്തെ ചായക്കൊക്കെ എല്ലാം റെഡിയായി കാണുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ രാവിലെ ഇപ്പോൾ വൈകുന്നേരം കുറച്ചൊരു ചായ കുടിച്ചിട്ട് വീട്ടിലെത്തണം. അപ്പോൾ ചായക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അപ്പം ഇനി മോക്കിന് സ്കൂളിൽ കലോത്സവം കാര്യങ്ങളൊക്കെയാണ് വരുന്നുള്ളത്. കലോത്സവം അവരെ സെലക്ട് ചെയ്യുന്നതാണ്, കുട്ടികളെ വെച്ച് സെലക്ട് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം അവർക്ക് ഇതുണ്ടായിരുന്നു, സ്കൂൾ ഡേ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ഒന്നും അറിയില്ല. അപ്പോൾ സ്കൂൾ കലോത്സവത്തിൽ കുട്ടികളെ തിരഞ്ഞെടുത്ത് അവരെ പെർഫോമൻസ് നോക്കിയിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നതാണ് കുട്ടികളെ കലോത്സവം ആർട്സ് ഡേ എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണെങ്കിലും ഗവൺമെൻറ് സ്കൂൾ പോലെ ഗവൺമെൻറ് സ്കൂൾ അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇംഗ്ലീഷ് മീഡിയത്തിലും എല്ലാവരെയും ആർട്സിനും അവർ എടുക്കുന്നില്ല കേട്ടോ. അവർ കുട്ടികളെ നന്നായിട്ട് കളിക്കുന്ന കുട്ടികളെ തിരഞ്ഞെടുത്തിട്ടാണ് അവർ ആർട്സിലേക്ക് പങ്കെടുപ്പിക്കുന്നത്. അപ്പോൾ അതും അവാറായി. അങ്ങനെ ചെറിയ വിശേഷമാണ് കേട്ടോ. അപ്പോൾ വലിയ വിശേഷമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഓവറായി ഇത്രയും കാര്യങ്ങളാണ് ഞാൻ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ബൈ ബൈ. താങ്ക് യു.